നീതിന്യായ വ്യവസ്ഥയിൽ നിർണായക സ്ഥാനം വഹിക്കുന്നവരാണ് അഭിഭാഷകർ. ആ അഭിഭാഷകർ തന്നെ ക്രിമിനലുകളായാൽ തകരുക നിയമവ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടിയാകും. അത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ഒരു അഭിഭാഷകനാണ് തിരുവനന്തപുരം പൂന്തുറ സ്വദേശി ബെയിലിൻ ദാസ്. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതിയായ ബെയിലിനെ അറസ്റ്റിൽ നിന്ന് രക്ഷിക്കാൻ പല ഉന്നതരും ശ്രമിച്ചു. 3 ദിവസത്തോളം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കഴിയാനുമായി അയാൾക്ക്. ഏതായാലും കൂടുതൽ നാണക്കേടുണ്ടാവാതെ പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരം. രഹസ്യ വിവരത്തെ തുടർന്ന് തുമ്പ പോലീസാണ് ബെയിലിൻ ദാസിനെ പിടികൂടുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം കടക്കുന്നത്. സ്വാഗതം. തിരുവനന്തപുരത്ത് വനിതാ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതിയായിട്ടുള്ള വഞ്ചൂർ കോടതിയിലെ അഭിഭാഷകൻ ബെയിലിൻ ദാസ് അങ്ങനെ അറസ്റ്റിലായി. തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് പ്രതിയെ തുമ്പ പോലീസ് പിടികൂടുന്നത്. ഇയാളെ വഞ്ചൂർ പോലീസിന് കൈമാറി. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. കേസ് കോടതിയിലായതിനാൽ ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് ബെയിലിന്റെ പ്രതികരണം. ബെയിലിൻ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. അതിനിടെ ബെയിലിന്റെ രാഷ്ട്രീയ ബന്ധത്തെ ചൊല്ലിയും ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായിട്ടുണ്ട്. ബെയിലിൻ ദാസ് കഴക്കൂട്ടം ഭാഗത്തേക്ക് കാറിൽ പോകുന്നതായി വഞ്ചിയൂർ SHOയ്ക്കാണ് വിവരം ലഭിച്ചത്. പോലീസ് വ്യാപകമായി വലവിരിച്ചതിനെ തുടർന്ന് ഇയാൾ വാഹനങ്ങൾ മാറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു വിവരം. വാഹന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഡാൻസ് ഓഫ് സംഘവും തുമ്പ പോലീസും ചേർന്ന് രാത്രിയോടെ സ്റ്റേഷൻ കടവിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ആദ്യം തുമ്പ സ്റ്റേഷനിൽ എത്തിച്ച ബെയിലിൻ ദാസിനെ അവിടെ നിന്നാണ് വഞ്ചിയൂർ സ്റ്റേഷനിൽ എത്തിച്ചത്. കോടതിയുടെ പരിധിയിലുള്ള ഒരു കാര്യമല്ലേ, കോടതി തീരുമാനിക്കട്ടല്ല. ഞാനെല്ലാം കോടതിയോട് പറയാം. അറസ്റ്റിന് മണിക്കൂറുകൾക്ക് മുൻപ് ബെയിലിൻ ദാസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ശ്യാമിലിയാണ് ആദ്യം പ്രകോപനം ഉണ്ടാക്കിയതെന്നും അപ്പോഴത്തെ ദേഷ്യത്തിൽ സംഭവിച്ചതാണെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ജാമ്യമില്ലാ കുറ്റം നിലനിൽക്കില്ലെന്നുമാണ് ജാമ്യ ഹർജിയിൽ പറയുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് വഞ്ചിയൂരിലെ ഓഫീസിൽ വെച്ച് ബെയിലിൻ ദാസ് തന്റെ ജൂനിയറായ പാറശാല കരുമാനൂർ സ്വദേശി 26-കാരിയായ JV ശ്യാമിലിയുടെ മുഖത്ത് അടിച്ചത്. അക്രമത്തിനു ശേഷം മണിക്കൂറുകളോളം കോടതി വളപ്പിൽ ഉണ്ടായിരുന്നിട്ടും ഇയാളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ബാർ അസോസിയേഷൻ നേതാവിന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ പോലീസിനെ തടയുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ പ്രതിക്ക് സംരക്ഷണ വലയമൊരുക്കിയ പലരും സംഭവം വൻ വിവാദമായതോടെയാണ് പിൻവാങ്ങിയത്. ശ്യാമിലിയെ മർദ്ദിച്ച ശേഷം ബെയിലിൻ ദാസ് വലിയതുറ കോസ്റ്റൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെത്തി ചികിത്സ തേടിയതായും പോലീസിന് വിവരം ലഭിച്ചു. മുഖത്ത് പരുക്കേറ്റെന്നാണ് ആശുപത്രിയിൽ അറിയിച്ചത്. ശ്യാമിലിക്കെതിരെ കൗണ്ടർ കേസെടുപ്പിക്കാനായിരുന്നു ഈ നീക്കമെന്നാണ് പോലീസ് കരുതുന്നത്. പ്രതിയെ പിടികൂടിയതിനാൽ ആശ്വാസമുണ്ടെന്നാണ് ശ്യാമിലിയുടെ പ്രതികരണം. എല്ലാ ആൾക്കാരോടും, എൻ്റെ വീട്ടുകാരോട്, എല്ലാവരോടും എനിക്ക് ഈ അവസരത്തിൽ നന്ദി മാത്രമേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് കേരള പോലീസ് ഞാൻ അവരുടെ അന്വേഷണത്തിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഊർജിതമായിട്ട് തന്നെയാണ് അന്വേഷണം നടത്തിയത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പ്രതിയെ പിടിച്ചത്. പ്രത്യേകിച്ച് SI മഞ്ജു മാം, CI സാർ, എല്ലാവരും. മീഡിയയോടുള്ള നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഈ ഒരു ന്യൂസിന് നിങ്ങൾ അത്രയും ഒരു പ്രാധാന്യം നൽകി. കേരള ജനത എല്ലാവരും അവരുടെ ഒരു മകളെപ്പോലെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരോടും ഒത്തിരി നന്ദി. അറസ്റ്റിലായതോടെ ബാർ കൌൺസിലും ബെയിലിൻ ദാസിനെതിരെ കൂടുതൽ നടപടി എടുത്തേക്കും. ബെയിലിൻ ദാസിനെ സംരക്ഷിച്ചത് ആരെന്നും ഇയാളുടെ രാഷ്ട്രീയ ചായ്വ് എന്താണെന്ന് സംബന്ധിച്ചുമുള്ള വിവാദവും ചൂടുപിടിക്കുകയാണ്. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബെയിലിൻ ദാസ് പൂന്തുറ വാർഡിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. എന്നാൽ വർഷങ്ങളായി ഇയാൾ കോൺഗ്രസിനൊപ്പമാണെന്നാണ് CPMന്റെ വിശദീകരണം. ബാർ അസോസിയേഷനിലും കോൺഗ്രസും BJPയും ഉൾപ്പെട്ട സംഘടനയിലാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് എന്നാണ് CPM ആരോപിക്കുന്നത്. തിരുവനന്തപുരം. നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കത്തിനിടെ ഒരു യുവാവിനെ CISF ഉദ്യോഗസ്ഥർ കാർ ഇടിച്ചു കൊലപ്പെടുത്തി. അങ്കമാലി തുറവൂർ സ്വദേശി ഐവിൻ ജിജോയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. കാർ ബോണറ്റിൽ കുടുങ്ങിയ ഐവിനെ 1.5 കിലോമീറ്ററോളം അവർ വലിച്ചിഴച്ചു കൊണ്ടുപോയി. തെറിച്ചു വീണതോടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കുകയും ചെയ്തു. സംഭവത്തിൽ 2 CISF ഉദ്യോഗസ്ഥർ അറസ്റ്റിലാണ്.
മദ്യലഹരിയിലായിരുന്നു കൊലപാതകം എന്നാണ് സൂചന. ഐവിന്റെ മരണകാരണം തലക്കേറ്റ പരുക്കാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. നെടുമ്പാശ്ശേരി തോമ്പ്ര റോഡിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണിത്. നെടുമ്പാശ്ശേരിയിൽ സ്വകാര്യ കേറ്ററിംഗ് സ്ഥാപനത്തിലെ ഷെഫായ ഐവിൻ ജിജോ രാത്രി വീട്ടിൽ നിന്ന് കാറിൽ ജോലിക്കിറങ്ങിയതായിരുന്നു. തോമ്പ്ര റോഡിലെ ഇടവഴിയിൽ എതിരെ വന്ന CISF ഉദ്യോഗസ്ഥരുടെ വാഹനം ഐവിന്റെ കാറിൽ ഉരസി. വണ്ടി നിർത്തി ഐവിൻ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു. കാർ മുന്നോട്ടെടുക്കാൻ CISF ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് ഐവിൻ തടഞ്ഞു. ഫോണിൽ വീഡിയോ ചിത്രീകരിക്കാനും തുടങ്ങി. ഇതോടെ കാർ പെട്ടെന്ന് മുന്നോട്ടെടുത്ത ഉദ്യോഗസ്ഥർ ബോണറ്റിൽ തൂങ്ങിക്കിടന്ന ഐവിനെ ഇടറോഡിലൂടെ 1.5 കിലോമീറ്ററോളം വലിച്ചിഴച്ചു കൊണ്ടുപോയി. നായിത്തോട് കപ്പേള റോഡിൽ കാർ ബ്രേക്കിട്ടതോടെ തെറിച്ചു വീണ ഐവിന്റെ ദേഹത്തുകൂടി കാർ കയറി. പിന്നെയും 20 മീറ്ററോളം ഐവിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി. 2 മാരുതി വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ തമ്മിൽ സൈഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം, ആ തർക്കമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ, ഒരു മുൻവൈരാഗ്യം പോലും ഇവിടെ പറഞ്ഞു കേൾക്കുന്നില്ല. യഥാർത്ഥത്തിൽ CSF ജവാന്റെ ഭടന്റെ അവരുടെ ഒരു അഹങ്കാരം നിറഞ്ഞ പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ളൊരു ദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ഞങ്ങൾക്ക് പ്രഥമദൃഷ്ട്യാ മനസ്സിലാക്കാൻ കഴിയുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഐവിൻ ജിജോ മരിച്ചിരുന്നു. CISF SI UP സ്വദേശി വിനയ്കുമാർ ദാസ്, കോൺസ്റ്റബിൾ ബീഹാർ സ്വദേശി മോഹൻകുമാർ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. വിനയ്കുമാറാണ് കാർ ഓടിച്ചതെന്നാണ് വിവരം. ഇയാൾ നാട്ടുകാരുടെ കയ്യേറ്റത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഓടി രക്ഷപ്പെട്ട മോഹൻകുമാറിനെ പോലീസ് പിടികൂടി. 2 ആൾക്കാർ സംശയ രീതിയിൽ ഉണ്ടായിരുന്നു. അവർ 2 പേരെയും നമ്മൾ നിരീക്ഷണത്തിലെടുത്തിട്ടുണ്ട്. നിലവിൽ അവരിപ്പോൾ നമ്മുടെ സർവൈലൻസിലാണ്. റീസൺ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ റീസൺ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവർ ഇവിടുത്തെ CISFന്റെ SIയും അവിടുത്തെ ഒരു കമ്പനീന്റെ റൈറ്ററായിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളാണ്. അപ്പോൾ ഇവരുടെ നേറ്റീവ് സ്ഥലങ്ങളൊക്കെ ബീഹാറിന് പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ CISFോട് അവരുടെ ബേസിക് ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങൾ എടുത്തു. 2 ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റ് നെടുമ്പാശ്ശേരി പോലീസ് രേഖപ്പെടുത്തി. ഉദ്യോഗസ്ഥരെ 2 പേരെയും CISF സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സൈനികർ രാജ്യത്തിന് അപമാനമാണെന്ന് റോജി M. ജോൺ MLA. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ CISF ഉള്ള സർവീസിലുണ്ട് എന്നുള്ളത് സർവീസിന് തന്നെ നാണക്കേടാണ്, നമ്മുടെ സേനയ്ക്ക് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. പഴുതടച്ചിട്ടുള്ള അന്വേഷണം, അതുപോലെ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഈ ആളുകളെ, കുറ്റക്കാരായിട്ടുള്ള ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മുടെ സേനയ്ക്ക് അപമാനമാണ്. അത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മുടെ സേനയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ജിജോ ജെയിംസിന്റെ മകനാണ് 24-കാരനായ ഐവിൻ ജിജോ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ട റാന്നിയിൽ വൃദ്ധ ദമ്പതിമാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. റാന്നി മുക്കാലുമൺ സ്വദേശികളായിട്ടുള്ള സക്കറിയ മാത്യു, ഭാര്യ അന്നമ്മ സക്കറിയ എന്നിവരെയാണ് മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മകൻ ഫോണിൽ വിളിച്ച് കിട്ടാതെ ആയതിനെ തുടർന്ന് അയൽവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇരുവരെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണുന്നത്. ഭർത്താവ് മരിച്ചതിലുള്ള മനോവിഷമത്തിൽ ഭാര്യ അന്നമ്മ ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്നാണ് പോലീസിന്റെ നിഗമനം. റാന്നി മുക്കാലുമൺ സ്വദേശികളായ വൃദ്ധദമ്പതിമാരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 76 വയസ്സുള്ള സക്കറിയ മാത്യു, ഭാര്യ 73 വയസ്സുള്ള അന്നമ്മ എന്നിവരാണ് മരിച്ചത്. എറണാകുളത്ത് ജോലിയുള്ള മകൻ വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദീർഘനാളായി രോഗബാധിതനായ സക്കറിയ മാത്യുവിനെ കട്ടിലിൽ മരിച്ച നിലയിലും ഭാര്യ അന്നമ്മയെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭർത്താവ് മരിച്ചതിലുള്ള മനോവിഷമത്തിൽ അന്നമ്മ ആത്മഹത്യ ചെയ്തതായിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. വലിയ വീട്ടിൽ 2 പേരും തനിച്ചായിരുന്നു താമസം. വീട്ടിൽ മറ്റ് മോഷണ ശ്രമങ്ങളൊന്നും നടന്നതായി സൂചനയില്ല. പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ന്യൂസ് 18 പത്തനംതിട്ട. ഷൊർണൂരിലെ ഒരു ദുരൂഹ മരണത്തിന്റെ വാർത്തയിലേക്കാണ് ഇനി.
കവളപ്പാറയിൽ മധ്യവയസ്ക വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ത്രാങ്ങാലി സ്വദേശി 56-കാരിയായ പ്രമീലയാണ് മരിച്ചത്. മൃതദേഹത്തിന് 4 ദിവസത്തോളം പഴക്കം തോന്നിക്കും. രക്തം വാർന്ന് വീടിനുള്ളിൽ തളം കെട്ടിയ നിലയിലാണ് കാണപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം അതെന്താണെന്ന് വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. കവളപ്പാറ കിഴക്കേ ത്രാങ്ങാലി സ്വദേശി 56-കാരിയായ പ്രമീളയാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി പ്രമീളയെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അയൽവാസികളെ വിവരമറിയിച്ചു. അയൽവാസികൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ 2 വാതിലുകളും ഉള്ളിൽ നിന്നും അടച്ച നിലയിലായിരുന്നു. വീടിനുള്ളിൽ നിന്ന് ദുർഗന്ധവും വമിച്ചിരുന്നു. തുടർന്ന് ഇവർ പോലീസിനെ വിവരമറിയിച്ചു. ഷൊർണൂർ ഇൻസ്പെക്ടർ രവികുമാറും സംഘവും സ്ഥലത്തെത്തി വാതിൽ പൊളിച്ച് ഉള്ളിൽ കടന്നപ്പോഴാണ് പ്രമീളയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കാണുന്നത്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. മൃതദേഹത്തിൽ നിന്നും രക്തം വാർന്ന് വീടിനുള്ളിൽ തളം കെട്ടിക്കിടന്നതിന്റെ അടയാളങ്ങളുമുണ്ട്. ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവർ തനിച്ചായിരുന്നു താമസമെന്നാണ് വിവരം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് കോടഞ്ചേരി പാത്തിപ്പാറയിൽ മധ്യവയസ്കനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. 52-കാരനായ കാട്ടിലേടത്ത് ചന്ദ്രനാണ് മരിച്ചത്. വനം വകുപ്പിന്റെ 2 കേസുകളിൽ പ്രതിയാണ് ചന്ദ്രൻ. 3 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. ആത്മഹത്യയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു. കോടഞ്ചേരി പഞ്ചായത്തിലെ പാത്തിപ്പാറയിലാണ് കാട്ടിലേടത്ത് ചന്ദ്രനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചന്ദ്രനെ 3 ദിവസമായി കാണാനില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വൈകിട്ട് 3 മണിയോടെ പാത്തിപ്പാറ വെള്ളക്കാങ്കുടി പറമ്പിന് സമീപമുള്ള തോട്ടിലാണ് ചന്ദ്രന്റെ മൃതദേഹം നാട്ടുകാർ കണ്ടത്. സ്ഥലത്തു നിന്ന് ലൈസൻസ് ഇല്ലാത്ത ഒരു നാടൻ തോക്കും കണ്ടെടുത്തു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ പരിശോധനയ്ക്കായി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തും. വനം വകുപ്പിന്റെ 2 കേസുകളിൽ പ്രതിയാണ് ചന്ദ്രൻ. മരണകാരണം വ്യക്തമല്ല. ആത്മഹത്യയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കോടഞ്ചേരി. കൊല്ലം കൊട്ടാരക്കരയ്ക്ക് സമീപം ട്രെയിനിൽ നിന്ന് വീണ് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി സെന്തിൽ കുമാറാണ് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നിന്നും വീണ് മരിക്കുന്നത്. വാക്കേറ്റത്തെ തുടർന്ന് പ്രതി കുട്ടിരാജ മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ സെന്തിൽ കുമാർ നിയന്ത്രണം തെറ്റി ട്രെയിനിൽ നിന്ന് വീണു എന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് ഇടവന്തോട് പാലത്തിന് സമീപത്താണ് തൂത്തുക്കുടി സ്വദേശി സെന്തിൽ കുമാർ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചത്. പാലരുവി എക്സ്പ്രസിൽ ഇതേ ബോഗിയിൽ യാത്ര ചെയ്തിരുന്ന ചെങ്കോട്ട സ്വദേശികളായ 7 പേരെ പുനലൂർ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. തുടർന്നാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. തമിഴ്നാട് ചെങ്കോട്ട സ്വദേശി 33 വയസ്സുള്ള കുട്ടിരാജയുമായുള്ള തർക്കത്തെ തുടർന്നാണ് സെന്തിൽ കുമാർ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. പ്രതി കുട്ടിരാജയും കൂടെ ഉണ്ടായിരുന്നവരും കൊല്ലത്ത് മേസ്തിരി പണിക്കാരാണ്. ഇവർ മദ്യപിച്ചാണ് ട്രെയിനിൽ യാത്ര ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. യാത്രക്കിടെ കുട്ടിരാജയും സെന്തിൽ കുമാറുമായി വാക്കേറ്റമുണ്ടായി. തുടർന്ന് ഇവർ ഇരുന്നിരുന്ന സീറ്റിൽ നിന്ന് മാറി വാതിലിനോട് ചേർന്ന് നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു സെന്തിൽ കുമാർ. മർദ്ദിക്കാൻ ചാടി എഴുന്നേറ്റ കുട്ടിരാജയെ കണ്ട് പേടിച്ച് നിയന്ത്രണം വിട്ടാണ് ഇയാൾ താഴേക്ക് വീണതെന്ന് പോലീസ് പറഞ്ഞു. വീഴ്ചയിൽ സാരമായി പരിക്കേറ്റ സെന്തിൽ കുമാർ തൽക്ഷണം മരിക്കുകയായിരുന്നു. ഈ മരണപ്പെട്ട സെന്തിൽ കുമാർ എന്നാണ് അയാളെ പേര്. സെന്തിൽ കുമാറിനെ അടിക്കാനായി ചാടി എഴുന്നേറ്റ സമയത്ത് ഇയാള് ട്രെയിനിന്റെ ഡോറിന് സമീപം നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ഒരു സഡനായിട്ട് അടയ്ക്കാനായിട്ട് വന്നപ്പോഴത്തേന് ഇയാൾ പിടിവിട്ട് ട്രെയിനിന്റെ ഡോറിലൂടെ പുറത്തേക്ക് പോവുകയും അങ്ങനെ ഇടിച്ചു വീണ് അയാള് സ്പോട്ടിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. സെന്തിൽ കുമാർ ചെങ്ങന്നൂരിലുള്ള ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. തിരികെ നാട്ടിലേക്കുള്ള യാത്രാമധ്യയാണ് അപകടം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പ്രതിയെ അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരം റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടർ സജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പുനലൂർ റെയിൽവേ SI ശ്രീകുമാർ അടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്.
ന്യൂസ് 18 പുനലൂർ. കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിസ്മോളും 2 പെൺമക്കളും ആത്മഹത്യ ചെയ്തത് കേരളത്തെ നടുക്കിയ സംഭവമാണ്. ജിസ്മോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഏപ്രിൽ 15-ാം തീയതി ഉച്ചയ്ക്ക് 12:45 മക്കളുമായി പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സംഭവത്തിൽ പിടിയിലായ ഭർത്താവ് ജിമ്മിയും ഭർത്തൃപിതാവും ജയിലിൽ തുടരുകയാണ്. വീട്ടിൽ പലതവണ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതോടെയായിരുന്നു ജിസ്മോൾ കുട്ടികളുമായി പുഴയിൽ ചാടിയത്. ഈ സംഭവം വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇതാദ്യമായി പുറത്തുവന്നത്. ജിസ്മോളെയും മൂത്ത മകൾ നേഹയെയും ദൃശ്യത്തിൽ വ്യക്തമായി കാണാം. ഇളയ മകൾ നോറയെ സ്കൂട്ടറിന്റെ മുന്നിലെ പ്ലാറ്റ്ഫോമിൽ ഇരുത്തിക്കൊണ്ടുപോയി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഉച്ചയ്ക്ക് 12:45 വീടിന് സമീപത്തുള്ള റോഡിൽ കൂടി പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ജിസ്മോളെ കൊലപ്പെടുത്തിയതാണോ എന്ന സംശയം ബന്ധുക്കൾക്കുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആത്മഹത്യ എങ്ങനെയെന്നതിന് കൂടുതൽ വ്യക്തത വരികയാണ്. സംഭവത്തിൽ 3 പേരും പുഴയിലെ വെള്ളം കുടിച്ചാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ശരീരത്തിൽ മറ്റു പരിക്കുകളില്ല എന്നും പരിശോധനയിൽ വ്യക്തമായിരുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കാമുകനുമായുള്ള വീഡിയോ കോളിന് തടസ്സമുണ്ടാക്കിയതിന്റെ പേരിൽ യുവതി 10 വയസ്സുകാരനായ മകനെ പൊള്ളലേൽപ്പിച്ചതായി പരാതി. ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് കാമുകനൊപ്പം യുവതി ഒളിച്ചോടിയതിന് പിന്നാലെയാണ് കുട്ടി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. കുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ കാസർഗോഡ് ബേക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാമുകനുമായുള്ള വീഡിയോ കോളിനിടയ്ക്ക് കയറി തടസ്സമായി നിന്ന 10 വയസ്സുകാരനായ മകനെ യുവതി അലുമിനിയം പാത്രം ചൂടാക്കി വയറ്റത്ത് പൊള്ളിച്ചതായാണ് പരാതി. യുവതിക്കെതിരെ ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 10 വയസ്സുള്ള മകനാണ് ക്രൂരതയ്ക്ക് ഇരയായത്. കുട്ടിയുടെ അമ്മയും ഒരു യുവാവും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് പറയുന്നു. ഇരുവരും ദിവസവും വീഡിയോ കോൾ വഴി സംസാരിക്കാറുണ്ടായിരുന്നു. ഈ സമയത്ത് മകൻ ശല്യമാകുന്നതിൽ പ്രകോപിതയായ യുവതി പാത്രം ചൂടാക്കി മകന്റെ വയറ്റത്ത് വെച്ച് പൊള്ളിച്ചെന്നാണ് പോലീസ് FIR-ൽ പറയുന്നത്. മാതാവിന്റെ ഭീഷണി കാരണം ക്രൂരത കുട്ടി ആരോടും പറഞ്ഞിരുന്നില്ല. ഇതിനിടയിൽ ദിവസങ്ങൾക്ക് മുൻപ് യുവതി കാമുകനൊപ്പം ഒളിച്ചോടി. ഈ സംഭവത്തിന് ശേഷമാണ് കുട്ടി തന്നെ അമ്മ പൊള്ളിച്ച കാര്യം പിതാവിനോട് പറഞ്ഞത്. പിതാവാണ് പോലീസിൽ പരാതി നൽകിയത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് യുവതിക്കെതിരെ ബേക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ചെന്നൈയിൽ IT ജീവനക്കാരിയായ മലയാളി യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിലായി. രാമനാഥപുരം സ്വദേശി ലോകേശ്വരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. യുവതിയെ ലോകേശ്വരൻ പിന്തുടരുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ചെന്നൈ തുറൈപ്പാക്കത്തായിരുന്നു സംഭവം. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മലയാളി യുവതിയെയാണ് ആക്രമിച്ചത്. മദ്യലഹരിയിലായിരുന്ന പ്രതി യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം കാട്ടുകയായിരുന്നു. യുവതി ബഹളം വെച്ചതോടെ നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച രാമനാഥപുരം സ്വദേശി ലോകേശ്വരനെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. പോലീസുമായുള്ള മൽപ്പിടുത്തത്തിനിടെ പ്രതിയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതി യുവതിയെ പിന്തുടരുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. അതിക്രമം കാട്ടിയതെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നത് പോലീസ് പരിശോധിച്ചു വരികയാണ്.
ന്യൂസ് 18 ചെന്നൈ. മലപ്പുറത്ത് മദ്യവും കഞ്ചാവും നൽകി വിദ്യാർത്ഥികളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന പരാതി. 4 കുട്ടികളുടെ പരാതിയിൽ കേസെടുത്ത താനൂർ പോലീസ് ബാർബർ ഷോപ്പ് ഉടമയെ അറസ്റ്റ് ചെയ്തു. താനൂർ ചാക്കുംകാട്ടിൽ വീട്ടിൽ അഹമ്മദ് കബീർ എന്ന 36-കാരനാണ് അറസ്റ്റിലായത്. മുപ്പത്താറുകാരനായ അഹമ്മദ് കബീർ നിരവധി കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതാണ് പരാതി. ബൈക്കും കാറും ഓടിക്കാൻ നൽകിയാണ് ഇയാൾ കുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നത്. തുടർന്ന് കഞ്ചാവും മദ്യവും നൽകി കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതാണ് പരാതി. താനാളൂർ ബാർബർ ഷോപ്പ് നടത്തുകയാണ് പ്രതി അഹമ്മദ് കബീർ. താനാളൂർ ബ്യൂട്ടി ഹെയർ സലൂൺ എന്ന ബാർബർ ഷോപ്പിൽ വെച്ചാണ് ഇയാൾ കുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിരുന്നത്. താനൂർ ഡിവൈഎസ്പി പ്രമോദിന് ലഭിച്ച രഹസ്യ വിവരത്തിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തിയത്. തുടർന്ന് 4 കുട്ടികളുടെ പരാതി പ്രതിയെ പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. കൊല്ലം കിളികൊല്ലൂരിൽ പൊറോട്ട നൽകാത്തതിന് കടയുടമയെ ആക്രമിച്ച കേസ് കഴിഞ്ഞ ദിവസം പോലീസ് പെട്രോൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കേസിൽ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് മങ്ങാട് സംഘമുക്കിലെ സെന്റ് ആന്റണി ടീ സ്റ്റോളിൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. പൊറോട്ട തീർന്നു എന്ന് പറഞ്ഞതോടെ 2 യുവാക്കൾ ചേർന്ന് കടയുടമ അമൽകുമാറിനെ ആക്രമിക്കുകയായിരുന്നു. കേസിൽ മുഖ്യപ്രതിയായ മങ്ങാട് സ്വദേശി നിഖിലേഷ് റിമാൻഡിലാണ്. കൂട്ടുപ്രതിയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. സെന്റ് ആന്റണീസ് ടീ സ്റ്റാൾ ഉടമ അനിൽകുമാറിനെ 2 പേർ ചേർന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണിത്. ബൈക്കിലെത്തിയ 2 പേർ കൊത്തുപൊറോട്ട ആവശ്യപ്പെട്ടു. എന്നാൽ പൊറോട്ട തീർന്നുപോയെന്നും കടയടയ്ക്കുകയാണെന്നും അമൽകുമാർ പറഞ്ഞു. ഇത് കേട്ട യുവാവ് പൊറോട്ട ഉണ്ടായിട്ടും തരുന്നില്ലെന്നാരോപിച്ച് അമൽകുമാറിനോട് തട്ടിക്കയറുകയായിരുന്നു. തുടർന്ന് മറ്റൊരാളെയും കൂട്ടി വന്ന് യാതൊരു പ്രകോപനവും കൂടാതെ ഇടിക്കട്ട ഉപയോഗിച്ച് അമൽകുമാറിന്റെ തലയടിച്ചു പൊട്ടിച്ചു. പോലീസ് സ്ഥലത്തെത്തിയതോടെ അക്രമികൾ ബൈക്കുപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ അമൽകുമാറിനെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് നിഖിലേഷിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂട്ടുപ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കൊട്ടാരക്കര. എറണാകുളം കോതമംഗലത്ത് വ്യാപാരികൾ മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. അടിവാട് ടൗണിൽ ജനസേവാ കേന്ദ്രമടക്കം 2 സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. CCTV ക്യാമറകൾ ഓഫ് ചെയ്ത ശേഷമാണ് ഈ കവർച്ച നടക്കുന്നതെന്നാണ് ശ്രദ്ധേയം. 2 നിന്നുമായി 45,000 രൂപ നഷ്ടമായി. അടിവാട് ടൗണിൽ സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന അജിംസിന്റെ കളർ വൈബ് എന്ന പെയിന്റ് കടയിലും സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ജനസേവാ കേന്ദ്രത്തിലുമാണ് മോഷണം നടന്നത്. പെയിന്റ് കടയുടെ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് CCTV ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മോഷണം നടത്തിയത്. ബാങ്കിലടക്കാൻ മേശയിൽ സൂക്ഷിച്ചിരുന്ന 40,000-ഓളം രൂപ നഷ്ടമായി. ജനസേവാ കേന്ദ്രത്തിൽ പൂട്ട് തകർത്ത് കയറിയ മോഷ്ടാവ് മേശയിൽ സൂക്ഷിച്ചിരുന്ന 5,000 രൂപ കവർന്നു. തുണി ഉപയോഗിച്ച് മുഖം മറച്ചാണ് മോഷ്ടാക്കൾ എത്തിയത്. മുഖം മറക്കാൻ ഉപയോഗിച്ച തുണിയും തകർത്ത പൂട്ടും പെയിന്റ് കടയ്ക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെടുത്തിട്ടുണ്ട്. കള്ളൻ നമ്മുടെ ഷോപ്പിൽ വന്ന് ഷട്ടറിന്റെ ലോക്ക് കട്ട് ചെയ്ത് അകത്ത് കയറി ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന ഒരു ഏകദേശം 40,000 രൂപയോളം കള്ളൻ എടുത്തുകൊണ്ട് പോയി. കയറുന്നതിന് മുന്നേ നമ്മുടെ CCTV ബ്രേക്ക് ചെയ്ത് കട്ട് ചെയ്ത് പുറത്തുള്ള ക്യാമറയും കട്ട് ചെയ്ത് ആണ് ആളകത്ത് കയറിയിരിക്കുന്നത്. രാത്രിയിൽ പതിവായി
വൈദ്യുതി തകരാറുണ്ടാവുന്നത് മോഷ്ടാക്കൾക്ക് സൗകര്യമാണെന്നും ഈ സാഹചര്യത്തിൽ പോലീസ് പെട്രോളിംഗ് കർശനമാക്കണമെന്നും വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MM ആലിയാർ ആവശ്യപ്പെട്ടു. അടിവാര വർദ്ധിച്ചു വരുന്ന മോഷണം വെളുപ്പിന് 2:30 മണിക്ക് അടിവാര 2 സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 6 മാസം മുമ്പ് മോഷണം നടന്ന് പോലീസ് ഞങ്ങൾ പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ ശക്തമാക്കിയൊന്ന് നിലപാടെടുക്കണം. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കറണ്ട് പവർ കട്ട് വളരെ ശക്തമായിട്ടാണ് നടക്കുന്നത്. LCT ബോർഡിൽ ഞങ്ങൾ പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രദ്ധ വേണം, പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധ വേണമെന്നാണ് വ്യാപാരികൾക്ക് പറയാനുള്ളത്. സംഭവത്തിൽ പോത്താനിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കോതമംഗലം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്ത് അച്ഛനെയും മക്കളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഘത്തിലെ 6 പേർ പിടിയിലായി. ആവണാകുഴി സ്വദേശി ഷാജിയെയും മക്കളെയുമാണ് 7 അംഗ സംഘം വടിവാൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. പിടിയിലായവർ മുൻപും നിരവധി കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. മുഖ്യപ്രതി ബിനുവിനെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 11-ാം തീയതി രാത്രി 11 മണിക്കായിരുന്നു കേസിനാസ്പദമായ സംഭവം. കാഞ്ഞിരംകുളം ജംഗ്ഷന് സമീപം നടന്ന പരിപാടിയോടനുബന്ധിച്ച് പടക്കം പൊട്ടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു കയ്യാങ്കളിയിലും തുടർന്ന് ആക്രമണത്തിലും കലാശിച്ചത്. അവണാകുഴി മുരുകൻ കോവിലിന് സമീപം താമസിക്കുന്ന ഷാജി, മക്കളായ ജിഷ്ണു, നിതിൻ എന്നിവരെയാണ് 7 അംഗ സംഘം വടിവാൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ കഴിയുകയായിരുന്ന കാഞ്ഞിരംകുളം സ്വദേശികളായ അനീഷ്, ആനന്ദ്, മുകേഷ്, ബിജിൻ, വിഴിഞ്ഞം സ്വദേശിയായ സുനിൽ, നെയ്യാറ്റിൻകര സ്വദേശി അനു എന്നിവരെയാണ് കാഞ്ഞിരംകുളം പോലീസ് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധയിടങ്ങളിൽ നിന്ന് പ്രതികളെ പിടികൂടിയത്. 1-ാം പ്രതി കാഞ്ഞിരംകുളം സ്വദേശി ബിനുവിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നതായി പോലീസ് വ്യക്തമാക്കി. പിടികൂടിയ പ്രതികളെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൊല്ലം അഞ്ചലിൽ നിറച്ച നാടൻ തോക്കുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി. ഏരൂർ മണലിൽ സ്വദേശി സജു സാബുവിന്റെ വീട്ടിൽ നിന്നാണ് തോക്ക് കണ്ടെടുത്തത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലൈസൻസ് ഇല്ലാതെ സൂക്ഷിക്കുന്ന ആയുധങ്ങൾ കണ്ടെത്താനായി നടത്തുന്ന പരിശോധനയിലാണ് ഏരൂർ പോലീസ് തോക്ക് കണ്ടെടുക്കുന്നത്. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ മണലിൽ സ്വദേശി സജു സാബുവിന്റെ വീട്ടിൽ നിന്നാണ് നിറച്ച നിലയിൽ നാടൻ തോക്ക് കണ്ടെടുത്തത്. തോക്ക് കസ്റ്റഡിയിലെടുത്ത ഏരൂർ പോലീസ് സജു സാബുവിനെ അറസ്റ്റ് ചെയ്തു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സജു സാബുവിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. പോലീസ് എത്തിയപ്പോൾ പരിശോധനയ്ക്ക് സജു സാബു സഹകരിച്ചില്ല. തുടർന്ന് നിർബന്ധപൂർവമാണ് പോലീസ് വീട്ടിൽ പരിശോധന നടത്തിയത്. എത്ര നാളായി തോക്ക് കൈവശം വെക്കുന്നു? മൃഗവേട്ട ഉൾപ്പെടെ മറ്റെന്തെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇയാളുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കും. കൊല്ലം SP-യുടെ നിർദ്ദേശാനുസരണം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ പരിശോധന നടത്തിവരുന്നുണ്ട്. SHO പുഷ്പകുമാർ, SI സജി, ASI അനിത മനു, സിവിൽ പോലീസ് ഓഫീസർമാരായ നൌഷാദ്, ബിനു വർഗീസ്, മോനി, ശ്യാം തുടങ്ങിയവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് 18 പുനലൂർ. തിരുവനന്തപുരത്ത് കോസ്മെറ്റിക് സർജറിക്ക് വിധേയായ യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ആശുപത്രിക്കെതിരെ പോലീസ്. ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പോലീസ് അംഗീകരിക്കില്ല. ആശുപത്രിക്കെതിരായ തുടർ നടപടിക്ക് നിയമോപദേശം തേടാനാണ് പോലീസിന്റെ തീരുമാനം. കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയായ യുവതിക്ക് കൈകാലുകളിലെ വിരലുകൾ നഷ്ടമായിരുന്നു. കോസ്മെറ്റിക് ചികിത്സയിൽ ആശുപത്രിയെ ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. ക്ലിനിക്കിനോ ഡോക്ടർക്കോ വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കാത്തതാണ് റിപ്പോർട്ട്. യുവതിക്ക് സംഭവിച്ച ദുരന്തത്തിന് കാരണം എന്താണെന്ന് പോലും വ്യക്തതയില്ല.
ശസ്ത്രക്രിയയുടെ പിറ്റേ ദിവസം അസഹനീയമായ ക്ഷീണത്തെ തുടർന്ന് ചികിത്സ തേടിയപ്പോൾ അടിയന്തരമായി തുടർ ചികിത്സ നൽകാതിരുന്നതിൽ മാത്രമാണ് കഴക്കൂട്ടം കുളത്തൂരിലുള്ള കോസ്മെറ്റിക് ക്ലിനിക്കിനെ മെഡിക്കൽ ബോർഡ് അല്പമെങ്കിലും കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് പോലീസ്. മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ കൃത്യമായ നിഗമനങ്ങളില്ല, പല സംശയങ്ങൾക്കും ഉത്തരമില്ല. സാധാരണഗതിയിൽ ചികിത്സാ പിഴവ് സംബന്ധിച്ച കേസുകളിൽ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ നിഗമനത്തിൽ എത്തുക. എന്നാൽ നീതുവിന് നേരിട്ട ഗുരുതര ചികിത്സാ പിഴവിൽ തുടരന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. കഴക്കൂട്ടം ACP JK ദിനിലിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. നിയമോപദേശം തേടിയ ശേഷമാകും തുടർ നടപടി. ന്യൂസ് 18 തിരുവനന്തപുരം. വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളെ ബലമായി മോചിപ്പിച്ച സംഭവത്തിൽ കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ കേസെടുത്തു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ കേസ്. MLA ഇടപെടേണ്ട സാഹചര്യം എന്താണെന്ന് പരിശോധിക്കുമെന്നായിരുന്നു വനം മന്ത്രിയുടെ പ്രതികരണം. അതേസമയം MLA പിന്തുണച്ച് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം രംഗത്തെത്തി. വനം വകുപ്പിനെ വിമർശിച്ചും MLAക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായിട്ടുള്ള കേരള കൗൺസിൽ ഓഫ് ചർച്ചും നിലപാട് പരസ്യമാക്കിയിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക, അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക. രേഖപ്പെടുത്തിയില്ലേ? പിന്നെ കാണിക്കുന്നത് പിന്നെ ഗവൺമെന്റ് വെക്കാനോ? KU ജനീഷ് കുമാർ MLAക്കെതിരെ കൂടൽ പോലീസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ 3 പരാതികളാണ് നൽകിയത്. സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. സ്വാർത്ഥ താൽപര്യക്കാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയാണെന്ന് കേരള ഫോറസ്റ്റ് സ്റ്റാഫ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷൻ ആരോപിക്കുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണവും നിഷ്പക്ഷമായ നടപടിയും ഉണ്ടാകുമെന്ന് വനം മന്ത്രി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അത് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി തീരുമാനിക്കാനല്ല ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ഞാൻ ആലോചിക്കുന്നത്. മറ്റു തരത്തിലുള്ള പരിശോധനയും നടത്തിയാൽ മാത്രമേ അതിലെ സത്യാവസ്ഥ ബോധ്യപ്പെടും. അതിൽ സത്യം എന്താണോ ആ സത്യത്തിനോടൊപ്പം നിന്ന് ശരിയായ നടപടി മാത്രമേ സർക്കാർ സ്വീകരിക്കൂ. ഷോക്കേറ്റാണ് കാട്ടാന ചെരിഞ്ഞത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം MLAക്ക് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ജനങ്ങളുടെ വികാരമാണ് MLA പ്രകടിപ്പിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. ജനീഷ് കുമാർ MLA ഇന്നലെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ ഒരു ജനവികാരം മാനിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ്. വനം വകുപ്പ് വന്യജീവി ശല്യത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കാതെ കർഷകർക്കെതിരെ കേസെടുക്കുകയാണെന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ചും വിമർശിച്ചു. ഉദ്യോഗസ്ഥർ ചെന്ന് വേണ്ടതായ അടിയന്തര നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ കാട്ടാനകളെയൊക്കെ വനത്തിനുള്ളിലേക്ക് തുരത്താൻ കഴിയുമായിരുന്നു. ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കാതെ അവിടെ പ്രവർത്തിച്ച പ്രത്യേകിച്ച് കൃഷി ചെയ്യുന്നവരുടെ പേരിൽ കേസെടുക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അവിടെ JCB വരെ പ്രവർത്തിച്ച ആളിനെയാണ് കഴിഞ്ഞ ദിവസം കൊണ്ട് വാസു എന്ന് പറയുന്ന ആളിനെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയും. എന്നാൽ ജനീഷ് കുമാറിന്റെ നക്സലിസം പരാമർശത്തോട് യോജിക്കുന്നില്ലെന്ന് DYFI വ്യക്തമാക്കി. ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത്. തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഉപദ്രവിക്കാൻ പുറപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾക്കും പാർട്ടി നേതാക്കൾക്കും ഇടപെടേണ്ടി വരും. ആ പരാമർശത്തോട് ഞാൻ യോജിക്കുന്നില്ല. അതെല്ലാം അദ്ദേഹത്തിന്റെ പരാമർശമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊലവിളി മുദ്രാവാക്യം. SFI നേതാവ് ധീരജിനെ കൊന്നത് തന്നെ എന്ന് സമ്മതിക്കുന്നതാണ് മുദ്രാവാക്യങ്ങൾ. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ലെന്നും അതും വിളക്കിയെടുത്താൽ DFI കാണില്ല എന്നുമായിരുന്നു മുന്നറിയിപ്പ്. കൊലവിളി മുദ്രാവാക്യത്തിൽ കേസെടുക്കണമെന്ന് SFI ആവശ്യപ്പെട്ടു. ധീരജിന്റെ കൊലപാതകത്തിന് പിന്നിലെ കോൺഗ്രസ് ഗൂഢാലോചനയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്നാണ് SFIയുടെ ആരോപണം. മലപ്പട്ടത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് റാലിക്കിടെയായിരുന്നു പ്രവർത്തകരുടെ ഈ കൊലവിളി മുദ്രാവാക്യം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ SFI ആയുധമാക്കിയിരിക്കുകയാണ്. കൊലവിളി മുദ്രാവാക്യത്തിലൂടെ ധീരജിന്റെ കൊലപാതകത്തിന് പിന്നിലെ KSU കോൺഗ്രസ് ഗൂഢാലോചന വീണ്ടും വെളിവായിരിക്കുകയാണെന്ന് SFI ആരോപിച്ചു. ധീരജിന്റെ ജന്മനാട്ടിൽ നിന്ന് തന്നെ ഇത്തരം കൊലവിളി പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് നാട്ടിലെ സമാധാനം തകർക്കാനുള്ള നീക്കമായി കണ്ട് പോലീസ് കേസെടുക്കണമെന്നാണ് SFI നിലപാട്.
ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ സംഘർഷത്തിൽ 2022 ജനുവരി 10-നായിരുന്നു SFI പ്രവർത്തകൻ ധീരജ് കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 കണ്ണൂർ. വിവാദ വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രി ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി. പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ച് തെരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തിയിട്ടുണ്ടെന്ന പ്രസ്താവനയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. സംഭവത്തിൽ സുധാകരനെതിരെ കേസെടുത്തേക്കും. സുധാകരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നിയമ നടപടിക്കാണ് കമ്മീഷന്റെ നീക്കം. അതേസമയം പരാമർശം വിവാദമായതിനു പിന്നാലെ ജി സുധാകരൻ മലക്കം മറിഞ്ഞു. താൻ പോസ്റ്റൽ ബാലറ്റ് തുറന്നിട്ടില്ല, പൊതുവെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഭാവന കലർത്തി പറഞ്ഞതാണെന്നാണ് വിശദീകരണം. താൻ കള്ളവോട്ട് ചെയ്തിട്ടില്ലെന്നും അതിന് പണം മുടക്കിയിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു. നിങ്ങളുടെ എല്ലാം MSCTയുടെ വലിയ നേതാവായിരുന്ന KSD ദേവദാസ് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല അദ്ദേഹത്തെ. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ച ഒരുപാട് പോസ്റ്റർ ബാലറ്റ് കിട്ടും സാറിന്. അപ്പൊ എല്ലാം DCRP ഞങ്ങൾ പൊട്ടിക്കാൻ നമ്മൾ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യം. എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. ആലപ്പുഴയിൽ നടക്കുന്ന NGO യൂണിയൻ സമ്മേളനത്തിലെ ഈ പ്രസംഗമാണ് സുധാകരനെയും CPM-നെയും വെട്ടിലാക്കിയത്. താൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ 36 വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്വമാണ് സുധാകരൻ തുറന്നു പറഞ്ഞത്. പാർട്ടി സ്ഥാനാർത്ഥിക്കായി പോസ്റ്റൽ വോട്ടുകൾ തുറന്നു പരിശോധിച്ച് തിരുത്തൽ വരുത്തിയെന്നാണ് സുധാകരൻ പറഞ്ഞത്. പ്രസംഗം വിവാദമായതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ചു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ തഹസിൽദാർ എത്തി സുധാകരന്റെ മൊഴിയെടുത്തു. ഇപ്പം മൊഴിയെടുക്കാനാണ് പറയുക. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആദ്യം മൊഴിയെടുക്കാനായിട്ട് പറഞ്ഞു. മൊഴിയെടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുക്കുന്നത് ഇപ്പം കളക്ടറെ കൊടുക്കും. ജില്ലാ കളക്ടർ ഇന്നലെ കൊടുക്കും. ഇപ്പം തന്നെ പൂർണ്ണമായും. അപ്പൊ ഇന്നലെ ഒരു NGOമാർ ഇതുപോലെ നിങ്ങളെപ്പോലെ അവരുടെ ആദ്യകാല സംഘാടകരുടെ വലിയ സമ്മേളനം 100-500 പേരുണ്ട്. 100-300 ആദ്യകാല സംഘാടകർ, 200 പുതിയ NGOമാർ. അവിടെ സംസാരിച്ചപ്പോൾ സ്റ്റേജിലുള്ള ഒരു പഴയ നേതാവിനോട് പറഞ്ഞു കൊടുക്കും, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റൽ ബാലറ്റ് ഇലക്ഷൻ ഡ്യൂട്ടിയുള്ളവരൊക്കെ ഉള്ളൂ പോസ്റ്റൽ ബാലറ്റ്, അല്ലാത്തവർ നേരിട്ട് വരും. അവർ വോട്ട് ചെയ്ത് നമ്മുടെ ആഫീസിലൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്കല്ല വോട്ട് ചെയ്തത്. ചിലത് എന്താണ് ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറയുന്നത്. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ ലേശം ഭാവനയും കലർത്തി പറഞ്ഞു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി വിസലങ്ങ് ഒരു ബാലറ്റും തുറന്ന് നോക്കിയിട്ടില്ല. ഒരു ബാലറ്റും ആരും തിരുത്തിയിട്ടില്ല. ഞാൻ അതിലൊന്നും പങ്കെടുത്തിട്ടേ. ഞാൻ ഇന്നവരെ കള്ളവോട്ട് ചെയ്തിട്ടുമില്ല. ഞാൻ 20 വർഷം MLA ഒരിക്കൽ പോലും കള്ളവോട്ട് ചെയ്യാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണെങ്കിലും സുധാകരൻ നടത്തിയ മൊഴി കമ്മീഷന്റെ തുടർ നടപടികളിൽ നിർണായകമാണ്. മൊഴിയിൽ ഉറച്ചു നിന്നാൽ നിയമ നടപടി കടുക്കും. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും കമ്മീഷന്റെ നീക്കങ്ങൾ. അതേസമയം CPM നേതൃത്വത്തെ ആകെ വെട്ടിലാക്കിയ സുധാകരന്റെ വെളിപ്പെടുത്തലിൽ പാർട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സുധാകരന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആയുധമാക്കുകയാണ്. CPM കാലങ്ങളായി നടത്തുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് ജി സുധാകരൻ തുറന്നു സമ്മതിച്ചതെന്നാണ് കോൺഗ്രസ് വിമർശനം. ന്യൂസ് 18 ആലപ്പുഴ. കുറ്റകൃത്യങ്ങൾ ലോകത്തെ ചില വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. തിരുവനന്തപുരത്ത് ഇരുചക്രവാഹനങ്ങളുടെ സാമഗ്രികൾ മോഷ്ടിക്കുന്ന മൂവർ സംഘം CCTV-യിൽ കുടുങ്ങി. മുട്ടട 5 മുക്കുവയൽ ഗ്രന്ഥശാലയ്ക്ക് സമീപം സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറയിലാണ് മോഷ്ടാക്കളുടെ ദൃശ്യം പതിഞ്ഞത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. പെരുമ്പാവൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി പിടിയിലായത് പശ്ചിമബംഗാൾ സ്വദേശികളായ സൈഫുൽ ഇസ്ലാം ഷെയ്ഖ്, ചമ്പ കൗൾ എന്നിവർ. പാലക്കാട് കഞ്ചിക്കോട് യുവതിയുടെ മാല കവർന്നു. വാളയാർ സ്വദേശി അഞ്ജുവിന്റെ മാലയാണ് കവർന്നത്. പ്രതി തമിഴ്നാട് ഭാഗത്തേക്ക് കടന്നതായി സംശയം. അട്ടപ്പാടിയിൽ വൻ വാറ്റ് കേന്ദ്രം തകർത്തു. 40 ലിറ്റർ ചാരായവും 954 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു. ഓടി രക്ഷപ്പെട്ട പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ചെറിയ പ്രകോപനത്തിന്റെ പേരിൽ പോലും അരുംകൊലകൾ നടക്കുന്ന നാടായി കേരളവും മാറുകയാണ്. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് ബവക്കോ വിൽപ്പനശാലയ്ക്ക് മുമ്പിൽ നടന്ന കൊലപാതക ദൃശ്യങ്ങൾ അത് ഏറെ ഞെട്ടലുണ്ടാക്കിയതാണ്. ക്യൂ നിൽക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിലാണ് 48-കാരനായ കോട്ടാപ്പാടം സ്വദേശി ഇർഷാദിനെ 2 പേർ ചേർന്ന് കൊലപ്പെടുത്തിയത്. ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ചും കഴുത്തിൽ കുത്തിയുമായിരുന്നു കൊലപാതകം.
സംഭവത്തിൽ ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൈതച്ചിറ സ്വദേശി ഗഫൂറിനെയാണ് അറസ്റ്റ് ചെയ്തത്. മുഖ്യപ്രതി കൈതച്ചിറ സാജിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതായും മണ്ണാർക്കാട് പോലീസ് പറയുന്നു. ഇന്നത്തെ പോലീസ് പെട്രോൾ ഇതോടെ പൂർത്തിയാവുകയാണ്. നമസ്കാരം.